നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പലരുടെയും എനർജി ഇതിനകത്തേക്ക് കയറി വരും. അപ്പം അത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം മനസ്സിലാക്കുക എന്നത്, നമുക്കിത് എഴുതി വെച്ച് വായിക്കാനോ അതല്ലെങ്കിൽ എവിടെയൊക്കെയോ ഇരിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അതെനിക്ക് അറിയാൻ പാടില്ല. ചില സമയങ്ങളിലെ കമൻസിൽ കാണുന്നതാണ്. ഷുഗർ കോട്ടിംഗ് ഒന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ല. പോസിറ്റീവായത് പോസിറ്റീവായി തന്നെ പറയും, നെഗറ്റീവായി വരുന്നതിന് നെഗറ്റീവായിട്ട് തന്നെ പറയും. അങ്ങനെ തന്നെയാണ് നമുക്ക് റീഡിങ് ആർക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമുക്കിതിനെ ഒന്ന് എഴുതി വെച്ചൊന്നും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാത്തവർ, സംശയമുള്ളവർ ഈ റീഡിങ് പഠിക്കുക, ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് വ്യക്തമായും ഇതിൻ്റെ ആ ഒരു എനർജിയുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് വളരെ സമൃദ്ധവും സന്തോഷവുമായ ഒരു സാഹചര്യത്തെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ സാഹചര്യം കൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തികമായൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളുകളുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു സമ്പൽ സമൃദ്ധമായ ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് കണക്റ്റഡായ ഒരു കുടുംബാന്തരീക്ഷത്തെയാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നത് സോൾമേറ്റിനെയാണ്, നിങ്ങളുടെ യഥാർത്ഥ പങ്കാളിയെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കുടുംബം, കൂടെ ഉള്ളവരെ എല്ലാവരും തമ്മിൽ ശരിക്കും വളരെ പൊരുത്തപ്പെട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു കുടുംബ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു എടുത്തുചാട്ടം, അതല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതുള്ള പ്രവൃത്തികൾ വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് വ്യക്തികൾ ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ട പോലെയും ലൈഫിൽ മുന്നോട്ട് പോകാൻ വയ്യാതെ സ്റ്റക്കായി, അതായത് അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. അതായത് മുന്നും പിന്നും നോക്കാതെ മറ്റെന്തോ ഒരു കാര്യത്തിനോട് അമിതമായ ഒരു ഇമോഷനോ ഫീലിങ്ങോ തോന്നി നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടും നിങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് നൽകിയിട്ട് പോലും ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ പറ്റിയ ഒരു മിസ്റ്റേക്ക് മുന്നും പിന്നും നോക്കാതെ മറ്റൊരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിയതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ വളരെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് ഈ കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നാശം. അതായത് ഒരു ഒത്തൊരുമിച്ച് ഹാപ്പിനെസ് ആയിട്ട് പോയ ഒരു കുടുംബ ലൈഫിൽ ആ ഒരു പെട്ട് കിടക്കുന്നു, മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണം, എങ്ങനെ മൂവ് ഓൺ ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് ഈ പഴയ രീതിയിൽ കുടുംബത്തെ കൊണ്ടുപോകണം എന്നോർത്ത് വളരെയധികം വ്യസനിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു നല്ല ഒരു തകർച്ച നിങ്ങൾക്ക് സംഭവിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമുക്കിവിടെ ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇതൊരു ടൈമിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഇപ്പോൾ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവേണ്ടതായ സമയമായിട്ടാണ് കാണുന്നത്. അതൊരു എന്താ പറയുക, ഇത് കാലം പറഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് നമുക്കൊരു നെഗറ്റീവ് പോസിറ്റീവൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ കാലം ചക്രത്തിൻ്റെ ഒരു കളികൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് ഇന്ന ദിവസം ഇന്നത് അനുഭവിക്കുക, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പോസിറ്റീവും നെഗറ്റീവുമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വന്നു പോകുന്നത് കാലചക്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു തീരുമാനമാണ്. അത് 100% നിങ്ങളുടെ ലൈഫിലും അങ്ങനെയാണ്. ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നോ സ്റ്റാർട്ടിങ് ചെയ്തത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുടുംബം പോയിരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ ദ ഹാങ്ക്ഡ് മാൻ,
അതായത് നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഇമോഷണലി അല്ലെങ്കിൽ വളരെയധികം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടാറില്ല. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന സാഹചര്യമുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും നിങ്ങളുടെ മുന്നിൽ ആരെന്തിനു വന്നാലും നിങ്ങൾ നോ എന്ന് പറയാത്ത വിധം പെരുമാറുന്ന അത്ര നിഷ്കളങ്കരായ വ്യക്തികളാണ്. എന്ത് കാര്യം ഇനി നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പോലും മറ്റൊരു വ്യക്തിക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിലെ ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് അപമാനവും വേദനയും ഒരിക്കൽ നിങ്ങൾ അനുഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ഒറ്റപ്പെടൽ, എല്ലാവരും നിങ്ങളുടെ നന്മ മനസ്സിലാക്കാതെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ പാസ്റ്റ് അനുഭവിച്ച വ്യക്തികളാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ പ്രസൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിലും ഇനി ഇടപെടാതെ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ തന്നെ ഇനി സെൽഫ് ലവ് ചെയ്യണമെന്നും നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇനി കാര്യങ്ങൾ ചെയ്യാമെന്നും ഒരു തീരുമാനമെടുത്തു. അത്ര പവർഫുള്ളായ ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചെയ്ത നന്മകൾക്കൊന്നും ഒരു പോസിറ്റീവായ ഒന്നും ലഭിക്കാത്തതിൻ്റെ ഫലമായി നിങ്ങൾ സ്വയം ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ സ്വയം നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കാൻ തീരുമാനിച്ചതായിട്ടാണ് നമുക്ക് പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പുതിയൊരു ഇമോഷൻ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത ബ്ലെസ്സിങ്സും ഇമോഷണലി നിങ്ങൾ ഏറ്റവും പവർഫുള്ളായിട്ട് ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും ഇമോഷണലി എന്നാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ആ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾ മാറുമ്പം, നിങ്ങളെ തന്നെ സ്നേഹിച്ച് സെൽഫ് ലവ് ചെയ്യുമ്പം നിങ്ങൾക്ക് വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ജീവിതത്തിൽ പലരോടും കാണിച്ച സ്നേഹം, അതുപോലെ ഇമോഷണലി നിങ്ങൾ പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, സ്നേഹിച്ചവരിൽ നിന്ന് അവഗണന, മാറ്റി നിർത്തൽ, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച വ്യക്തികൾ ഇപ്പം നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ചെറുപ്പം മുതൽക്ക് തന്നെ നെഗറ്റീവായി, ചിലപ്പോൾ പേരൻസിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ട് ലഭിക്കാതെ അല്ലെങ്കിൽ ഒരു സ്നേഹമോ കെയറിങ്ങോ ലഭിക്കാതെ ആ ഒരു കാലഘട്ടം മുതൽ നിങ്ങൾ മുന്നോട്ട് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് ഇമോഷണലി നിങ്ങൾ വളരെ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയെ തീർന്നിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ ഏജിൽ കുറവാണെങ്കിലും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു ഏജ്ഡായ വ്യക്തിയുടെ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ആളുകളെയാണ്. കാരണം ശരിക്കും ഒരുപാട് ഇമോഷണലി പലതും അനുഭവിച്ച് നല്ല എക്സ്പീരിയൻസ് നേടി നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഈ പ്രസൻറ്റിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കതിനെയൊക്കെ മറക്കാനും നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് ഇരിക്കാൻ പറ്റുന്ന വിധം ആരുടെയും ഒരു ഇതില്ലാണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനും ഒറ്റയ്ക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് മൈൻഡിൽ, അതായത് നിങ്ങൾ ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ടാവാം, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ നല്ലൊരു ഹീലിംഗ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് കളയാനും നിങ്ങൾക്ക് എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനും നിങ്ങൾ ദുഃഖങ്ങളെയും വൈരാഗ്യത്തെയും ശത്രുതേനെയൊക്കെ എടുത്ത് കളഞ്ഞ് നിങ്ങൾ വളരെ പോസിറ്റീവും ഹീലുമായി എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് നിങ്ങളായിരിക്കും നിങ്ങളെ മാറ്റി നിർത്തിയവരെ തൊട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഇനി നയിക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളാണ് ഇനി ഒരു സ്ഥാനം വഹിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫ്യൂച്ചറിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സമൃദ്ധിയും അബണ്ടൻസും സാമ്പത്തിക ഭദ്രതയും വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിനി മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാകും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു
നിങ്ങൾ എന്തോ ഒരു മതിമറന്ന് സന്തോഷിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മധ്യസ്ഥതയാൽ, ആരുടെയൊക്കെയോ ഒരു സാന്നിധ്യത്താൽ നിങ്ങൾക്കൊരു പുതിയ ഒരു വെളിച്ചം, പുതിയൊരു ജീവിതം വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു വിവാഹ ജീവിതമാകാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയാവാം. നിങ്ങൾ സാമ്പത്തികമായ കാര്യത്തിനൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിലോ ഉപദേശത്തിൻ്റെ പുറത്തോ നിങ്ങൾക്കതിൻ്റെ നേരായ ഒരു മാർഗം കണ്ടെത്താൻ പറ്റുന്നതായിട്ടും, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, നിങ്ങൾ ഏത് രീതിയിലുള്ളൊരു വ്യക്തിയെയാണോ ജീവിത പങ്കാളിയായിട്ട് ആഗ്രഹിച്ചത്, അത്രത്തോളം പ്രഷ്യസ് ആയ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണിക്കുന്നത്. വളരെ പ്രൗഡായിട്ട്, വളരെ സ്റ്റാൻഡേർഡോടുകൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകാൻ പാകത്തിന് നല്ല ഒരു വ്യക്തിത്വമുള്ള, അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ മറ്റുള്ളവരോട് ഔദാര്യം പറ്റി, മറ്റുള്ളവരുടെ ഒരു സഹായത്തോടെ, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനാണേലും നിങ്ങൾ നല്ല കഴിവും യോഗ്യതയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട്, നിങ്ങളുടെ കൈകളിൽ സാമ്പത്തികമുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസോടുകൂടി ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിലും നിങ്ങൾക്കത് സെൽഫായിട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. മറ്റൊരു വ്യക്തിയാൽ ഔദാര്യം പറ്റുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരു സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ആളുകളാണ്. പക്ഷേ നിങ്ങൾ അതൊരു ദുഃഖമാണ്, നിങ്ങൾക്ക് വളരെ വിഷമമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സെൽഫായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടാതെ നിന്ന വ്യക്തികളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിനകത്തൊരു ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് അലഞ്ഞതായിട്ടും ആരോടൊക്കെയോ കൈ നീട്ടിയതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു സമയം കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് നിൽക്കാനുള്ള, ഒറ്റക്കാലിൽ നിങ്ങളുടേതായ പവറിൽ നിൽക്കാനുള്ള സമയമായി എന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ആ പാസ്റ്റിലെ ആ ഒരു അവസ്ഥയെ തന്നെ കുടുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ശരിക്കും കണ്ണും കൈകളും കെട്ടി നിൽക്കാതെ നിങ്ങളത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, നിങ്ങളുടെ കൈകളിൽ ഉള്ളത് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ എന്ന ഒരു ഭയത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്ക് നല്ല സമ്പൽ സമൃദ്ധമായ പല കാര്യങ്ങൾ, ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഇനി പാസ്റ്റിലേക്ക് നോക്കി നിൽക്കണ്ട, നിങ്ങൾക്കിനി ഫ്യൂച്ചറിലേക്ക് പോകാം. നിങ്ങളുടെ ദുഃഖത്തെയും നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനെയൊക്കെ എടുത്ത് കളയുക. നിങ്ങൾക്ക് വേണ്ട ആ ഒരു വിജയം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഓവർ തിങ്കിങ് ആണ്, നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു. നിങ്ങൾ ഒരുപാട് സക്സസ്സിന് വേണ്ടിയിട്ട്, അതായത് ചിലപ്പോൾ ഒരു ബിസിനസ് പരമായ കാര്യമായിരിക്കാം, സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു വിജയം കാണാൻ സാധിക്കാതെ വരുന്ന എന്ത് കാര്യം, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു സംരംഭത്തിന് ഇറങ്ങിക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ വാങ്ങാൻ, അതായത് ഒരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പം എല്ലാത്തിനും ഒരു മുടക്കം, അല്ലെങ്കിൽ അത് കാര്യങ്ങൾക്ക് അത് നമുക്ക് കൈകളിലേക്ക് എത്താറായാൽ പോലും എത്താതെ പോകുന്നൊരു സാഹചര്യം. ശരിക്കും ഇമോഷണലി വളരെയധികം നിങ്ങൾ ഒരു തകർന്ന അവസ്ഥയിൽ, ശരിക്കും നല്ല രീതിയിൽ പ്രെയർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു, എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ നേരിടുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പിതൃക്കളുടെ അനുഗ്രഹക്കുറവാണ് കേട്ടോ. അതായത് നിങ്ങൾക്കിടെ പിതൃക്കന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, മുടങ്ങിയെന്നല്ല, നിങ്ങൾ ചെയ്തതിനകത്ത് പൂർത്തീകരണം വരാതെ വരാം, ചിലപ്പോൾ ഒരു സംതൃപ്തമാവാതെ വരാം. അപ്പം നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. 100% നിങ്ങൾക്ക് പിന്നെ പാസ്റ്റിലേക്ക് നോക്കേണ്ടി വരില്ല.
നിങ്ങൾക്ക് വിജയം തന്നെ വരും. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ആ ഒരു പിതൃക്കളുടെ ഒരു അനുഗ്രഹക്കുറവ് നിങ്ങളുടെ ജീവിതം, അതായത് നമുക്ക് ദാരിദ്ര്യം വരിക, കടബാധ്യതകൾ വരിക, രോഗങ്ങൾ, എത്ര ശ്രമിച്ചാലും രോഗങ്ങൾ വീണ്ടും നമ്മളെ പിന്തുടരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് കൂടുതലും പിതൃക്കളുടെ അനുഗ്രഹക്കുറവ് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ നമ്മളൊരു ചെറിയ കുറവ് വരുത്തുന്നു എന്നതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഏത് തടസ്സം, നിങ്ങൾക്ക് തടസ്സം സംഭവിക്കുന്നതിന് നല്ലൊരു ചേഞ്ചിങ് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതായത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ കൈകളിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാമം, എപ്പോഴും ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ ചൊല്ലുക. നമ്മൾക്കറിയാം ഈ ഡിവൈൻ മെസ്സേജ് കാണുന്നവർ, അതുപോലെ ഈ ടാറോ റീഡിങ്സും ജ്യോതിഷമൊക്കെ കാണുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത, അവർ മുന്നോട്ടൊരു പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കാര്യങ്ങളാണ്. അതിനകത്ത് നെഗറ്റീവ് പറയുന്നവരുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി കാണുന്നവരാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും 24 അവേഴ്സും ഉരുവിട്ടുകൊണ്ടിരുന്നാൽ 100% നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വന്നിരിക്കും. ഒരു മാറ്റവുമില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് നെഗറ്റീവുകളെ ചിന്തിക്കാൻ സമയമേ ഉണ്ടാകുകയില്ല. നമ്മളെല്ലാ ടൈമിലും ജോലി ചെയ്യുമ്പോഴാണേലും എപ്പോഴും ഒരു പ്രാർത്ഥന, അത് ഒരു പ്രാർത്ഥന തന്നെ ആയിരിക്കണം, അത് എപ്പോഴും ചൊല്ലേണ്ടത്. ഓരോ ദിവസവും ഓരോന്ന് ചൊല്ലരുത്, ഒരു പ്രാർത്ഥന തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങൾ ചൊല്ലുക. വിശ്വാസ പ്രമാണം ചൊല്ലാം ക്രിസ്ത്യൻസിനൊക്കെ, അതുപോലെ നിങ്ങളുടെ ഓരോ നമ്മുടെ ഹൈന്ദവർക്കൊക്കെ നമ്മുടേതായ ഇഷ്ടദേവന്മാരുണ്ട്, അവരുടെ ഏതെങ്കിലും ഒരു മന്ത്രം എപ്പോഴും ചൊല്ലുക. 100% നിങ്ങൾക്ക് ചേഞ്ചിങ് ഉണ്ടാകുമെന്നതാണ്. നിങ്ങൾക്ക് ഒരു വിജയം, നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ പാസ്റ്റിലെ ഏതോ ഒരു കാര്യത്തെ ചൊല്ലി മാനസികമായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട്. സ്വയം നമ്മളോട് തന്നെ ഒരു അരാജകത്വം, നമുക്ക് നമ്മളോട് തന്നെ ഒരു വിലയില്ലായ്മ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചതിൽ വന്ന മിസ്റ്റേക്കോ സാമ്പത്തിക ഇടപാട് നടത്തിയതിൽ വന്ന മിസ്റ്റേക്കൊക്കെ കൊണ്ട് നിങ്ങളൂടെ അതിനകത്ത് ഉൾപ്പെട്ടു പോയിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ പറഞ്ഞ പ്രവൃത്തിയോ പറഞ്ഞ വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റു പറ്റിപ്പോയത് ഓർത്ത് നിങ്ങൾ ശരിക്കും മാനസികമായി വിഷമിക്കുന്ന, ഒരു ഒറ്റപ്പെടൽ, ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മളുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോന്നും ചെയ്യിക്കുന്നത്. അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം നമുക്കുണ്ടായിരുന്നു, അത് കടന്നു പോകണം എന്നുള്ളതും ചിലരോട് പറയുന്നതും പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാണ്ട് നമ്മളിൽ തന്നെ അത് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത് ആ സമയത്ത് അങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ എത്ര ശ്രദ്ധിച്ചാലും. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റവും ചേഞ്ചിങ്ങും ഒക്കെ വരികയാണ്. നിങ്ങൾക്കിനി ഒരു പുതിയ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പഴയ കാര്യത്തെ നിങ്ങൾ ഹീലാക്കി കളയുക, അല്ലെങ്കിൽ മറന്ന് കളയുക. അതുപോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, മുന്നോട്ട് വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണുന്നുണ്ട്. നല്ല പോലെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു മുന്നേറ്റമില്ല, മുന്നിലേക്ക് ഒരു വിജയം വരുന്നില്ല. നിങ്ങൾ ആ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അധ്വാനം അമിതമായിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു രീതിയിലും ഒരു വിജയമില്ല, അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ലാതെ നിൽക്കുന്നവരെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നു, നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജീവിതം, ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ മാറ്റം വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സമയമാണ് ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ ടൈമിംഗ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ കിങ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു സത്യസന്ധത ഇല്ലാത്തൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇരട്ട ഇടപാട്, ആവശ്യമില്ലാത്തൊരു ഇടപാടിൽ ചെന്നപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, ഒരു പോസിറ്റീവായൊരു വ്യക്തിയല്ല, ശരിക്കും പറഞ്ഞ ഒരു അനീതിപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് വളരെ കാലങ്ങളായി കോൺഫ്ലിക്റ്റ്, പ്രശ്നം നേരിടുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ കൈകളിൽ ചെന്ന് പെട്ടതോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയും തമ്മിൽ. പക്ഷേ നിങ്ങൾക്കതിൽ നിന്നും ഒരു ചേഞ്ചിങ് വരുന്നു. നിങ്ങൾക്കൊരു ഇമോഷൻ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ടൈം
കാലഘട്ടം അവസാനിക്കുന്നു, ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെയോ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നെന്നും പുതിയ ഒരു പോസിറ്റീവായൊരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മുന്നോട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് അതിനെയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പോസിറ്റീവായ അവസ്ഥ വരട്ടെ എന്നും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന അസ്പിറേഷനാണ്, അതായത് അഭിലാഷം എന്നാണ് പറയുന്നത്. നിങ്ങൾ പരിധിയില്ലാത്തവരാണ്, അതിനാൽ സ്റ്റാർ ലക്ഷ്യമിടുക. അതായത് നിങ്ങൾക്കൊരു നല്ല വിജയം, ഒരു നല്ല രീതിയിലുള്ളൊരു കാര്യം, ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാര്യത്തെ ലക്ഷ്യമിടുക. വലിയ ആത്മീയ ഉയരങ്ങൾ നേടാൻ യൂണിക്കോൺ നിങ്ങളെ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ദർശനങ്ങൾ ഉയർത്തുകയും നിങ്ങളുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്ന് അറിയുകയും ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ തുടരുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ വിട്ട് കളയണ്ട എന്നാണ് പറയുന്നത്. വിസ്ഡമാണ്, ജ്ഞാനം. വിവേകത്തോടെ പ്രവർത്തിക്കുക. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ ജന്മനാലുള്ള ഒരു ജ്ഞാനത്തെ ഉപയോഗിക്കുവാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വശത്ത് ബഹുമാനത്തോടെ പ്രവർത്തിക്കാനും നിങ്ങളെ യൂണിവേഴ്സ് വിളിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ യൂണിക്കോണുകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ പിന്തുണയ്ക്കുകയും നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ചേഞ്ച് ആണെന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു കഴിഞ്ഞു. നമുക്ക് ഡിവൈൻ മെസ്സേജും അത് തന്നെയാണ്. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഒരുപാട് നന്ദിയോടുകൂടി ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.